ഞാനിപ്പോൾ ഒരു ലൈറ്റ് 5800 കെൽവിനിലാണ് ഏകദേശം ഒരു ഡേ ലൈറ്റ് ബാലൻസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2% മാത്രമാണ് ഇതിന്റെ പവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പവർ മതി എനിക്കൊരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാനാണ്. ഈ ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു സ്റ്റിക്ക് ലൈറ്റിനുള്ള പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെൽബോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ SL500 എന്ന് പറഞ്ഞ സ്റ്റിക്ക് ലൈറ്റ് ആണ്. ഇതിന്റെ മെയിൻ പാനൽ വന്നത് ഒരു 2500 മുതൽ 8500 കെൽവിൻ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആണെങ്കിൽ ഇതിന്റെ ബാക്ക് പാനൽ വന്നത് ഫുൾ RGB സ്പെക്ട്രം ഉള്ള LED പാനലാണ്. നിങ്ങളൊരു 10,000 രൂപ താഴെയുള്ള ഒരു സ്റ്റിക്ക് ലൈറ്റ് വാങ്ങാനായിട്ട് മാർക്കറ്റിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈറ്റ്സ്. ഏത് ലൈറ്റ് വാങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചാലും അല്ലെങ്കിൽ ഏത് ഫ്ലാഷ് വാങ്ങാൻ ഉദ്ദേശിച്ചാലും വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ലൈറ്റിന്റെ ക്വാളിറ്റി; 2, അതിന്റെ പവർ ഔട്ട്പുട്ട്; അതുപോലെ തന്നെ 3, അതിന്റെ ബാറ്ററി ലൈഫ്. ഒരു ഇൻഡോർ ലൊക്കേഷനിൽ എസ്പെഷ്യലി ഒരു ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യാൻ നിങ്ങളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. അതുപോലെ ഈ ലൈറ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഷൂട്ടിൽ നമ്മൾ ഈ ഒരു ലൈറ്റ് മെയിൻ ലൈറ്റായിട്ട് പോലും ഉപയോഗിക്കുകയാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ലൈറ്റിൽ നിന്ന് മാത്രമേ ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വലിയ പോയിന്റാണ് ഇതിന്റെ ബാറ്ററി ലൈഫ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ലൈറ്റിനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് വെൽബോണിന്റെ ഒരു ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മൾട്ടിപ്പിൾ ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെനാരിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റിനെ ഫിസിക്കലായി റീച്ച് ചെയ്യാതെ തന്നെ അതിന്റെ എല്ലാ സെറ്റിംഗ്സും ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.